ഇങ്ങനെയുള്ളതായ വിദേശത്തേക്ക് വന്ന സഹോദരന്മാരിൽ നിന്നിട്ടും സഹോദരികളിൽ നിന്നിട്ടും പലർക്കും പല ചാൻസുകളും ക്ലിയറായി ഓതാൻ ലഭിക്കുന്നുണ്ട്. ഈ നിലക്കുള്ള ചാൻസുകൾ ലഭിക്കാത്തവർ ധാരാളം ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ചിലർ ചാൻസ് ലഭിച്ചാലും അവർക്ക് മടിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഫാത്തിഹ ഓതുക, ഞാൻ ഫാത്തിഹ അറിയാത്ത ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കൂലേ എന്നൊരു തോന്നൽ. അത് അരുത്. കാരണം ഇത് മർമ്മമാണ്, ഇത് നമ്മുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ്, ഇത് നമ്മുടെ വിജയപരാജയ വിധി നൽകുന്ന കാര്യമാണ്, ഇത് നാം മൂമിനോ അല്ലേ എന്നത് തീരുമാനിക്കുന്ന കാര്യമാണ്. ഇതിലൊന്നും നമുക്ക് യക്കിശക്കോ അല്ലെങ്കിൽ മടിയോ കുറവോ വന്നു പോകരുത്. മൊത്തത്തിൽ വിജ്ഞാനത്തെക്കുറിച്ച് തന്നെ നാം പഠിച്ചു വന്നത് ലാ യത്ലുബുൽ ഇൽമ മുസ്തഹിയ്യിൻ വലാ മുതകബ്ബിർ, അഹങ്കാരിയോ അഹംഭാവിയോ അതുപോലെ തന്നെ ലജ്ജിക്കുന്നവനോ നാണിക്കുന്നവനോ ഇൽമ പഠിക്കുകയില്ല എന്നാണ്. ആയിഷ പറയാറുണ്ട്, എനിക്കെന്തോ ഒരു സ്നേഹവും ഇഷ്ടവും ആണ്, മതിപ്പുമാണ് അൻസാരി സ്ത്രീകളിൽ. ആയിഷ മക്കക്കാരിയാണല്ലോ. അൻസാരി സ്ത്രീകളായ മദീനക്കാരായ സ്ത്രീകളിൽ. കാരണം അവർക്ക് ലജ്ജയില്ല സത്യം അറിയണം എന്നതിൽ, സത്യം മനസ്സിലാക്കുന്നതിൽ. ഏത് നിലക്കും കൂസാതെ മടിക്കാതെ ചോദിക്കേണ്ട കാര്യങ്ങൾ ആഴത്തിൽ ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിനോട് ആയിഷാന്റെ മുമ്പിൽ വെച്ചിട്ട് മദീനയിലുള്ളതായ അൻസാരി സ്ത്രീകൾ ചോദിക്കുന്നതിൽ മുഅജ്ജബത്തായിരുന്നു ആയിഷ, ഇഷ്ടപ്പെട്ടിരുന്നു ആയിഷ. എന്നിട്ട് ചില സന്ദർഭത്തിൽ ആയിഷ തന്നെ വലിച്ച് ഞാൻ പറയാ മറുപടി, അത്തരം കാര്യങ്ങൾ എന്തിനടി നീ റസൂലിനോട് ചോദിക്കുന്നത് എന്നൊക്കെ ആയിഷ പറഞ്ഞതായ സംഭവവും ഹദീസിലുണ്ട്. ആയിഷ ഞാൻ മറുപടി നൽകാം, അത്തരം കാര്യങ്ങൾ എന്നോട് ചോദിക്കൂ എന്ന് പറയേണ്ട സന്ദർഭത്തിലേക്ക് എത്തുന്ന രൂപത്തിലുള്ളതായ വിഷയങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇവരേക്കും ചോദിക്കുന്നതിൽ അവർക്ക് മടിയില്ലാത്തതിൽ ആയിഷ അവരെ സ്നേഹിച്ച് പറഞ്ഞിരുന്നു, ബഹുമാനിച്ച് പറഞ്ഞിരുന്നു. പറഞ്ഞു വരുന്നത്, നാം അഥവാ ഈ കേൾക്കുന്നതായ സൂറത്ത് കൃത്യമായി ക്ലിയറായി ഉച്ചരിക്കേണ്ട സ്ഥലത്ത് മലയാളികൾ മനസ്സിലാക്കണം, നമ്മുടെ ഭാഷയുടെ സഹായമില്ലാത്തത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹ എന്ന പദമാണ് പരിചയം, ഹ എന്ന പദം പരിചയമില്ല, അല്ലെങ്കിൽ അക്ഷരം പരിചയമില്ല അല്ലേ? അതുകൊണ്ട് എത്രയോ പേര് അൽഹംദുലില്ലാ എന്ന് ഓതാറുണ്ട്. നിസ്കാരം സഹിയാവൂല. ഓതേണ്ടത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഹ എന്ന ആ അക്ഷരം അങ്ങനെ തന്നെ ഹൽക്കിൽ നിന്നിട്ട് ഉച്ചരിക്കാൻ വേണ്ടി പഠിക്കണം. അത് ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറെ ദിവസം മനക്കെട്ടാലും വിരോധമില്ല, പഠിച്ചാലേ തീരൂ, എന്നാലേ നമസ്കാരം സഹിയാവുകയുള്ളൂ. അതുപോലെ തന്നെ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അവിടെ രണ്ട് ഗൈനുണ്ട്. ഗൈർ എന്ന ഗൈൻ, മഗ്ദൂബി എന്ന ഗൈൻ. ഈ രണ്ട് അക്ഷരവും മലയാളത്തിലില്ല. അത് രണ്ടും ഉച്ചരിക്കാൻ അറിയാത്ത മതവിദ്യാർത്ഥികളെ, കോളേജിൽ പഠിച്ചവരെ നമുക്ക് പരിചയമുണ്ട്. അത് രണ്ടും ഉച്ചരിക്കേണ്ടതുപോലെ ഉച്ചരിക്കാൻ അറിയാത്ത ഐരിൽ മഗ്ദൂബി എന്ന് പറയുന്ന മലയാളി വിദ്യാർത്ഥികളെ എനിക്ക് പരിചയമുണ്ട്. പല സന്ദർഭങ്ങളിലും ക്ലിയർ ആക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും സ്ഥലങ്ങളിലും ഇവൻ പരിശ്രമിച്ചത് ഓർക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഗൈർ 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 എന്നത് അങ്ങനെ തന്നെ അഥവാ പരിശ്രമിച്ച് സാധിച്ചില്ലെങ്കിൽ അത് നീയും നിന്റെ റബ്ബുമായി നോക്കിക്കോ എന്ന് പറയാന്നല്ലാതെ നമുക്ക് നിസ്കാരം സഹിയാണെന്ന് പറയാൻ പറ്റൂല. ശരിക്ക് ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് തന്നെ ഉച്ചരിച്ചില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഉച്ചരിക്കണം. അതുപോലെ തന്നെ ദ്വാലീൻ വലദ്വാലീൻ എന്ന ആ ദ്വാദ് ഉച്ചരിക്കേണ്ട സ്ഥലത്തിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അത് നാം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഫാത്തിഹ ഓതുന്ന വേളയിൽ. യഥാർത്ഥത്തിൽ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ലെങ്കിലും ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയാം. എന്നാൽ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ഞാൻ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ആ സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് ആവശ്യമുള്ള ഖുർആനിന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ചർച്ച ചെയ്തുകൊണ്ട് വരുന്ന വിഷയം എല്ലാം അതിന്റെ രത്നച്ചുരുക്കം ഫാത്തിഹയിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നാം പറഞ്ഞല്ലോ. അതിൽപ്പെട്ടതാണ് നാം നേരത്തെ സൂചിപ്പിച്ചതായ തർബിയത്ത്. സമയത്തിന്റെ കുറവ് കാരണത്താൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കളയാം. തർബിയത്ത് നമുക്ക് വളരെ അനിവാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ആ തർബിയത്തിലേക്കുള്ള സൂചനയാണ് എന്ത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, രക്ഷിതാവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് ഞങ്ങളെ നീ നയിക്കേണ്ടത് എന്നല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ അവർ ജീവിച്ചോട്ടെ എന്ന് വെച്ചാൽ പറ്റൂല. അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ഞാൻ ജീവിക്കണം, എൻ്റെ കുട്ടി ജീവിക്കണം. ഞങ്ങളെന്നാ പറയുന്നത് എൻ്റെ ഭാര്യ ജീവിക്കണം, എൻ്റെ ഭർത്താവ് ജീവിക്കണം, എൻ്റെ ഉമ്മ ജീവിക്കണം, എൻ്റെ കുട്ടികളും എൻ്റെ പരിസരത്തിലുള്ളവരെല്ലാം ജീവിക്കേണ്ടത് ആര് ജീവിച്ചതുപോലെയാണ്?
الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും നബിമാരും മഹാത്മാക്കളും ജീവിച്ച ജീവിതത്തിലായിരിക്കണം അവർ ജീവിക്കേണ്ടത്. അതിനെന്ത് വേണം? അത് എന്താണെന്ന് പഠിക്കേണ്ടി വരും, എങ്ങനെ ജീവിച്ചു എന്ന് പഠിക്കേണ്ടി വരും. അള്ളാഹു, ഞാൻ ഇന്നലെ മിനിയാന്ന് മക്കയിൽ പറഞ്ഞതുപോലെ ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, ഹിസ്റ്ററി പറയേണ്ടതും പഠിക്കേണ്ടതും എന്തിനാണ്? അവരതിലൂടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടിയാണ്, അതിലൂടെ പ്രചോദനം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അപ്പോൾ അൻഅമല്ലാഹു അലൈഹിം ആരാണ്? അള്ളാഹ് ഗ്രഹിച്ചവരാരാണ്? അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു? അവരുടെ വ്യക്തി സാമൂഹിക സാമ്പത്തിക സ്വകാര്യ ജീവിതം എങ്ങനെയായിരുന്നു? അത് പഠിക്കേണ്ടി വരും, അത് പഠിപ്പിക്കേണ്ടി വരും. അതിന് സ്ഥാപനങ്ങൾ വേണ്ടി വരും, അതിന് ക്ലാസ്സുകൾ വേണ്ടി വരും, അതിന് സ്റ്റേജുകൾ വേണ്ടി വരും, അതിന് പ്രബോധനങ്ങൾ വേണ്ടി വരും, അതിന് പത്രങ്ങൾ വേണ്ടി വരും. അതിന് ലോകത്തിൽ ഏത് കാലഘട്ടത്തിലും ഉണ്ടാകുന്നതായ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടി വരും, ഉപയോഗിക്കാൻ പറ്റുന്ന മാധ്യമങ്ങളാണെങ്കിൽ. അപ്പോൾ എന്നാൽ അവിടേക്ക് എത്തുകയുള്ളൂ. അൻഅമല്ലാഹു അലൈഹിം. ഇന്ന് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഖേദകരമെന്ന് പറയട്ടെ, നമ്മളോട് അർപ്പിച്ചതായ ബാധ്യത നിർവഹിക്കുന്നതിന് പകരം നമുക്ക് അല്ലാഹു നൽകിയതായ മാധ്യമങ്ങളെ, നമ്മുടെ കുട്ടികളെ ആ സത്യപാന്താവ് പഠിപ്പിക്കുന്നതിന് പകരം കുട്ടികളെ വളഞ്ഞ പാന്താവ് പഠിപ്പിക്കുന്നില്ലെങ്കിലും അത് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ നാം ഉണ്ടാക്കി വെക്കുകയാണ്. അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഒരിക്കലും അരുത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പരലോകത്തിൽ നമ്മുടെ തലാലീബ് കോളറ് നമ്മുടെ ഭാഷയിൽ പിടിച്ചിട്ട് നമുക്കെതിരിൽ വാദിക്കുന്ന രംഗം വരാൻ പോകുന്നുണ്ട് എന്ന് ലോകാത്ഭുത ഗ്രന്ഥം പറയുന്നുണ്ട്. രക്ഷിതാവേ, അരിനല്ലദീനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അരിനല്ലദീനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യവർഗത്തിൽ നിന്നിട്ടും ജിന്നുവർഗത്തിൽ നിന്നിട്ടും ഞങ്ങളെ വഴിപഴപ്പിക്കാൻ കാരണക്കാരായവർ എവിടെയുണ്ട്? അവരെ ഒന്ന് കാണിച്ചു തരൂ എന്ന്. സോഷ്യലിസത്തിന്റെയോ സെക്യുലറിസത്തിന്റെയോ മതം പൊട്ടിയവരുടെയോ മൂന്നൊക്തന്റെ ആൾക്കാരുടെയോ അല്ലെങ്കിൽ ബാത്തിനീസത്തിന്റെയോ ഏത് അനിസ്ലാമിക ഈസങ്ങളുടെ പിന്നിൽ അണിനിറക്കാനുള്ളതായ ഗതികേടിൽ പെട്ടുപോയതായ സന്തതികൾ പെണ്ണാവട്ടെ ആണാവട്ടെ, പരലോകത്തിൽ അവരോട് പോകൂ നരകത്തിലേക്ക് എന്ന് പറയപ്പെടുന്ന വേളയിൽ പിടിക്കൂ മലക്കുകളെ, അവരെ ചങ്ങല കൊണ്ട് ബന്ധനസ്ഥരാക്കൂ മലക്കുകളെ എന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യം എന്തായിരിക്കും? ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരൂ, ഞങ്ങളെ പഠിപ്പിക്കാത്തവരെ, ഞങ്ങളെ സത്യം മനസ്സിലാക്കി തരാത്തവരെ, ഞങ്ങളെ ഈ വഴികേടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയവരെ എന്ന് പറയുമ്പോൾ അക്കൂട്ടത്തിൽ ആദ്യം പെടലാരായിരിക്കും? അതിനർഹപ്പെട്ടവരും ആ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി ഏറ്റെടുത്തവരുമായ ഉത്തരവാദപ്പെട്ടവരാണ്. അതിൽ മാതാപിതാക്കളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ മാതാപിതാക്കളെയാണ് അവർ പിടിച്ചിട്ട് റബ്ബേ അരിനല്ലദീനി അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിന്റെ താഴ്ഭാഗത്തിലേക്ക് അവരെ ഞങ്ങളൊന്ന് ചതച്ച് അവരെ അമർത്തി അവരെ തെരിപ്പണമാക്കി ഞങ്ങളുടെ ദാഹം തീർക്കട്ടെ, ഞങ്ങളുടെ കോപം ഞങ്ങൾ ഒന്ന് ആ കോപത്തിന് ശമനം ഉണ്ടാക്കട്ടെ എന്ന് നാം ആറ്റിപ്പോറ്റി തീറ്റി വളർത്തിയ കാറിന്റെ മുമ്പിലേക്ക് ഓടുമ്പോൾ ആ കുട്ടി ഓടരുത് ഓടരുത് കാറ് എന്ന് പറഞ്ഞ് നാം പിന്നിലോടിയതായ ആ കുട്ടിയാണ് ഈ പറയുന്നത്. ഏത് കുട്ടിക്ക് അപകടം തട്ടിപ്പോകരുത്, വിഷമം തട്ടിപ്പോകരുത്, രോഗം പിടിച്ചു പോകരുത്, പനി പിടിച്ചു പോകരുത് എന്ന് ഭയപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഏത് കുട്ടിക്ക് വേണ്ടി നീ ഓടി ചാടി അധ്വാനിച്ചുവോ ആ കുട്ടിയാണ് നമുക്കെതിരിൽ വാദിക്കുന്നത്. ആ കുട്ടിയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഈ നാം പറഞ്ഞതായ സൂറത്തുൽ ഫാത്തിഹ പഠിപ്പിക്കുന്ന തർബിയത്തിലേക്ക്, ശിക്ഷണത്തിലേക്ക്, പരീക്ഷണത്തിലേക്ക്, ശിക്ഷണത്തിലേക്ക് അവനെ എത്തിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സന്തതികളെയും സന്താനങ്ങളെയും ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്നതനുസരിച്ചിട്ട് വളർത്താനുള്ള അന്തരീക്ഷവും ചുറ്റുപാടും സൗകര്യവും ഈമാനിക ആവേശവും ഉന്മേഷവും എല്ലാം നമുക്ക് സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നൽകുമാറാകട്ടെ.